ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ പരിപാടി പറഞ്ഞാൽ മാറ്റിയൊക്കെ നമ്മള് പോണേ എങ്ങോട്ടാന്ന് രണ്ടാക്കും അറിയില്ല, രണ്ടാക്കും അറിയില്ല, എനിക്കും അറിയില്ല. കോഴിക്കോട് ഭാഗത്തേക്ക് ചെല്ലാൻ പറഞ്ഞത് ഏതോ ഷോപ്പിന്റെ എന്തോ ഇനാഗ്രേഷൻ പരിപാടി എന്തോ ഉണ്ട്. അപ്പൊ അതിന് ചെല്ലാൻ പറഞ്ഞ. അപ്പൊ പോവല്ലേ? വേറെയും കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് അജ്മൽ ഖാൻ. അതെ, അജ്മൽ ഖാൻ. അതായത് നമുക്ക് വണ്ടിയില്ലേ, അപ്പൊ നമ്മളാദ്യത്തെ മൈജത്തെ മാനേജറാണ്. അപ്പൊ ഓനെ നമ്മൾ വിളിച്ചു. വെറും മാനേജർ അല്ല കേട്ടോ, ഇതൊക്കെ ബാക്കിൽ വലിയ സ്റ്റോറി ഉണ്ടാക്കി നമ്മൾ പിന്നെ പറഞ്ഞു. അതെ, അതേപോലെ തന്നെ വീഡിയോ ഓന്റെ ഇത് മനസ്സ് സമ്മതിക്കണം. മലപ്പുറത്ത് നിന്നാണ് ഇങ്ങോട്ട് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നിട്ട് നമ്മൾ ഈ കുറ്റിക്കാട്ടിക്ക് നമ്മളെടുക്കാൻ വേണ്ടിട്ട് ഓൻ കാറും കൊണ്ടുവന്നു. വിളിച്ചപ്പോ തന്നെ ഒന്നും പറഞ്ഞില്ല കേട്ടോ. അതാണ് ബന്ധം അല്ലേ? അതാണ് ബന്ധം. മമ്മ അല്ലേ? പോവല്ലേ? നമുക്ക് പോവാ. അപ്പൊ എന്നാ പിന്നെ പോവല്ലേ? അപ്പൊ നമ്മള് പോകാൻ പോവുകയാണ്. സ്ലോ മോഷനിൽ നടന്നിരുന്നേക്കണ രണ്ടാൾക്കാര്. മുട്ടുംകാലുകൊണ്ട് വെച്ചല്ലേ, പാവുണ്ട് രണ്ടാൾക്കാര്. ആണോ? മരുന്നൊക്കെ വാങ്ങിട്ടില്ലേ? മെയിൻ ആയിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയി മരുന്നൊക്കെ വാങ്ങി. പക്ഷെ ഒരു മാറ്റമില്ലെന്നാ പറയുന്നത്. ഇതാണ് കേട്ടോ നമ്മളെ കാറ് വരുന്നത്. അങ്ങോട്ട് എടുക്കാന് നമുക്ക് എന്തായാലും എന്റെ ഉള്ളിൽ കയറാം. അങ്ങനെ വീണ്ടും നമ്മൾ കാറിൽ പോവാണ്. അതെ, ഛർദിക്കോടാ? ഛർദിക്കാതെ ഗുളിക കുടിച്ചാണ്. ഛർദിക്കാതെ കാല ഗുളികൊക്കെ കുടിച്ചാണ്. ഛർദിക്കാതെ ഒന്നാം തീനി നമ്മ അതിൽ വന്നിട്ട് അവിടെ അല്ല അടിയെന്ന് പിടിച്ചു വെച്ചാ ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് വയ്ക്കൂല, ഞാൻ ഫ്രണ്ടിൽ ഇരുന്നോണ്ട് കേറി. ഒന്നാമത് ഞാൻ ഹാൻഡിക്യാപ്ഡ് ആണ്. അപ്പൊ എനിക്ക് പ്രത്യേക പരിഗണന തരണം. ഓക്കെ അല്ലേ? എന്താകുവോ അവിടെ എത്തിയിട്ട് അറിയാം. അതെ, തുറക്കറ്റ് വല്ലേ വാതില് കയ്യില്ല. ആംബുലൻസോ ചില്ലൊക്കെ താത്തിയതാണ് ഇതിന്റെ. ഛർദിക്കല്ലെങ്കിൽ എന്റെ പുതിയ വണ്ടിയൊക്കെ ഉണ്ടല്ലോ, ആ കലമ്പാക്കും വലി എ സിയിലിട്ട് പോണ്ടമ്മ. എ സി ആകുമ്പോ തണുക്കും. ഒന്നും തണുത്തോട്ടെ. അപ്പൊ നമ്മളിനി നേരെ ഇവിടുന്ന് പോകാൻ നോക്കാണ്. നമുക്ക് പോണ വഴിക്ക് ബാക്കി വീഡിയോ നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പൊ ഓക്കെ അജ്മല് സെറ്റ് അല്ലേ? ഓക്കെ, ബീച്ചിൽ പോകണമെന്നുണ്ട്, നമുക്ക് നോക്കാം. നമ്മള് കൊറച്ച് ദൂരം പോന്നിട്ട് ഞാൻ നല്ല ഫ്ലഡില് നല്ല സുഖത്തിലിരിക്കാണ്. അപ്പത്തിന് ഇമ്മച്ചിക്ക് ഛർദിച്ചണം പറഞ്ഞാണ്ട് അകനോടെ നിക്കണ്. എന്താ എനക്കെന്താ? അളിയ നല്ല ഉറക്കാണ്, മോണ്ട നല്ല ഉറക്കാണ്. ഞാൻ നല്ല സുഖത്തിൽ ഇങ്ങനെ കുത്തിരിക്കാണ് ഫ്രണ്ട് സീറ്റില്. ഞാനും അജ്മല്. ഉമ്മമാക്ക് പിന്നെ ഒന്നുമില്ല, ഉമ്മ നാട് കാണാൻ ഇറങ്ങി എടുത്തിട്ട്. പോയ എങ്ങനെ കാർ എടുക്കും? നമുക്ക് ഇനി ഗ്ലാസ് താത്തിരാ മതി. ഇപ്പൊ ഏകദേശം അരീക്കോടൊക്കെ എത്തണുള്ളൂ. ഇതുവരെയായിട്ടും കോഴിക്കോട് എത്തിയിട്ടില്ല. ഇനി ഇവിടുന്ന് കുറച്ച് പോകാണ്ട്, കുറച്ചല്ല അത്യാവശ്യത്തിന് പോകാണ്ട്. ഊട്ടിക്കോ? ഉമ്മ കാര്യമായിട്ട് മത്സരിച്ചാണ്. ഉമ്മ എന്താ ഇവിടെ സ്ഥലം വാങ്ങണേ നമുക്ക്? വാങ്ങണോ? എവിടെ? ഇവിടെ എവിടെ വേണ്ടിയേ? ഇവിടെ എവിടെയില്ലേ? ഇത് അരീക്കോട് എത്തിയില്ലേ നമ്മള്? ഇതിപ്പോ കാവല് അരീക്കോട് എത്തണുള്ളൂ. സ്ഥലമൊക്കെ നല്ല സ്ഥലല്ലേ? മമ്മാക്ക് സ്ഥലം പറ്റിയിരിക്കണ്. ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു മമ്മാക്ക്. ഇമ്മ കൊയങ്ങണ്ടോ സത്യത്തിന് പറഞ്ഞു കഴിഞ്ഞാ. കാറിൽ അങ്ങനെ ട്രാവൽ ഇല്ലല്ലോ. കാറും അതേപോലെ ബസ്സും ഞങ്ങള് പോകാറില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാ ഞങ്ങള് ഛർദിക്കും. അതെ, ഇതുമ്മന്ന് തുടങ്ങിയതാണ് ഛർദി. പിന്നെ കണ്ടാണ് പറഞ്ഞു എല്ലാവർക്കും. എന്തല്ലേ ഛർദിക്കിലൊക്കെ ഗുളിക കുടിച്ചിന് കേട്ടോ. പക്ഷെ ഇതിലെന്താ കാര്യം? ഇമ്മ ഛർദിച്ചു, ഇമ്മയും ഛർദിച്ചു. ഞാനും വല്യമ്മ ഇപ്പൊ പച്ച പോലെ നിക്കാണ്. എന്താവോ നമുക്ക് എന്തായാലും ഇനി പോയോക്കാം. തിരിച്ച് കാറ് കയറിയിട്ട് നോക്കി നോക്കാം, കുറച്ചുകൂടി പോയോക്കാം. അപ്പൊ നമ്മള് ഏകദേശം എത്താനായിട്ടോ. ഇവിടുന്ന് ഏകദേശം 2.5 കിലോമീറ്ററും കൂടിയാണ് കാണിക്കണത്. എന്താ മമ്മ കൊയങ്ങോ? ഒരു പരിപാടിയില്ല, ഇരുന്നിരുന്ന് കാറ് കയറി ശീലല്ലോ. എന്താ എന്റെ അവസ്ഥ? ഛർദിച്ചാൻ വന്നല്ലോ. ഒക്കെ ഇവരെയും കൊണ്ടൊന്നും വഹിക്കാൻ പറ്റൂല. ഞാനിപ്പൊ പച്ചക്ക് നിൽക്കുന്നുണ്ട്. എന്താണ് ഇനി പോകുമ്പോഴൊക്കെയാണ് ചിലപ്പോ ഇന്റത് കമ്പനിക്ക് ആണോ? കുഴപ്പമൊന്നുമില്ല. മമ്മ സെറ്റല്ലേ?
നമ്മളിവിടെ സ്ഥലത്തെത്തിട്ടോ. ഇറങ്ങണാക്കണ്, ചാടി ഇറങ്ങണാക്കണ്. നമുക്ക് എന്തെങ്കിലും പുറത്തേക്ക് ഇറങ്ങാം. എന്തായി മമ്മടെ എന്താമ്മ കൊയങ്ങിയോ? എന്താ ഇപ്പൊ തന്നെ മമ്മ ഇപ്പൊ തന്നെ കൊയങ്ങിയോ? ആ കഴിഞ്ഞെന്ന് വെച്ചാ കൊയങ്ങിയോ? ഇരുന്നിരുന്നൊരു പരിവായോ? എന്ത് കുറുന്തോട്ടി തയ്യോ? ഇവിടെ മെയിനായിട്ട് പുല്ല് നോക്കാൻ വന്ന ഞങ്ങള് പ്രൊമോഷന്റെ വർക്കിന് വേണ്ടി വന്നാണ്. ഇവിടെ പുല്ല് നോക്കി കളിച്ച രണ്ടാളും കുറുന്തോട്ടി പറഞ്ഞിട്ട്. ഒരു രണ്ടാളും കൊണ്ടൊരു വൈക്ക് ഇറങ്ങാൻ പറ്റൂല കേട്ടോ. ഇല്ല ചെടിയോ അല്ലാന്നുണ്ടെങ്കിൽ എന്താ പൂവോ എന്തേലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നോക്കി കുത്തിരിക്കും രണ്ടാളും. അതെ നമ്മള് നേരം വൈകിണ്ട്. നമ്മളെത്തിയപ്പോ ഏകദേശം 4:45 5 മണി ടൈമായി. കാരണം എപ്പോ വരണ്ടിയാണ് അറിയാം, ഞങ്ങൾ ഉച്ചക്കത്തെ വരണ്ടിയാണ്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ വന്ന് പോയി കാണും. നമുക്ക് എന്തായാലും അതിന്റെ ഉള്ളിലേക്ക് ചെന്ന് നോക്കാം. എന്താണത് വന്നപ്പത്തിന് ആരോ ഫാൻസ് തോന്നുന്നു. അമ്മ കേറല്ലേ? ഇതിന്റെ മുകളിൽ കേറണം. അമ്മ ആക്കാണ് കേറ, മുടന്തി പിടിച്ചാണ് കേറ അല്ലേ അമ്മ? ഹലോ പേടിയാണത്, പേടിയാണ് പോണ്ടാ കാര്യമില്ല. നമ്മളെന്തായാലും ഇവിടെ സ്ഥലത്തെത്തി. നമ്മളെന്തായാലും ഇതിന്റെ ഉള്ളിലേക്ക് കേറി നോക്കാം. ഞങ്ങളെല്ലാരും വെയിറ്റിംഗ് ആണ്. മമ്മ എന്താ മമ്മാനോട് എന്താ ചോദിച്ചു? ഇതെന്താ ബൊക്കെ? എന്തിനാണത്? സമ്മാനാണല്ലോ മോണ്ട, സമ്മാനാണെന്ന് പറഞ്ഞത്. എന്ത് സമ്മാനാണല്ലോ? അതെ അറിയില്ല, കൊടുത്തല്ല. ആള് കൂട്ടിട്ട് വല്യമാക്കും മകം പേടിയേക്കണ്. എന്താ എന്തിനോട് നിന്നണ്? ആ പടച്ചോനറിയാം, ഫസ്റ്റത്തിന്റെ ഏകദേശന എന്താ സംഭവം അറിയാം. എന്താ മമ്മ എന്തിനാ നമ്മളോട് വന്നണ്? എന്തിനാ ഒന്നും അറിയോ? ഒന്നും അറിയില്ല. ഇത് നമ്മളെ കല്യാണ ഡ്രസ്സൊക്കെ അല്ലേ, കല്യാണത്തിന്റെ ഡ്രസ്സിന്റെ പീടിയന്റെ ഉദ്ഘാടനത്തിന് നമ്മൾ വന്നിക്കാണ്. അറിയോ? ആ എന്തിലേ എന്ത് സംഭവം ഉമ്മാക്കൊന്നും മനസ്സിലായിട്ടില്ല. വേറെന്താ പരിപാടി ആണോ? ബ്രൈഡലിന്റെ ഇതിന്റെ ഇനാഗുറേഷൻ ആണ്. അതന്നെയാണ് ഡ്രസ്സുകളൊക്കെ കാണിച്ചു കൊടുക്കുന്ന പരിപാടിയാണ്. പ്രൊമോഷന് വന്നിക്കാറുണ്ട്. ഉമ്മാക്കും മനസ്സിലായില്ല, ഉമ്മാക്കും വല്യമ്മാക്കും എന്താ സംഭവം. ഞാൻ അവിടെ കുറച്ചേരി ഇരുന്നോട്ടെ, നമുക്കൊരു മാറിക്കട്ടെ, ഞങ്ങളെ കുറച്ചേരം മാറിക്കട്ടെ. ഇവിടെ കൊണ്ടേ ഇരുത്തിയാണ് പോകുന്നോ? സെറ്റപ്പ് ആയിട്ടോ, കൊറേ ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ച ഇത്രക്കൊന്നും ഉണ്ടാവില്ലാന്ന്. പേടിയാ സംഭവം വളരെ നൈസായിട്ടോ. ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ അടിപൊളി സാധനങ്ങളും. ഡ്രസ് ഇടാൻ വേണ്ടിട്ട് നമ്മളെ കൂട്ടത്തിൽ ആരുമില്ല. ഇനിയിപ്പോ വല്യമാക്ക് ഇട്ട് കൊടുക്കേണ്ടി വരും തോന്നണേ ഈ ഡ്രസ്സുകളൊക്കെ. പ്രൊമോഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരോട് ഇട്ട് കാട്ടി കൊടുക്കണ്ടേ, അതിന് ആളില്ല. അതായത് വെല്ലിമാനെ കൊണ്ട് ഇടിപ്പിച്ചാന്നാ പറയുന്നത്. വെല്ലിമാനെ കൊണ്ടല്ലേ? പക്ഷെ വെല്ലിമ ഇടാൻ ചാൻസ് ഉണ്ടാവില്ല, ഉറപ്പാണ്. എനിക്ക് ചീത്തറിയാൻ ആട്ടും. എന്താ പറയില്ല, ചോദിച്ചോക്കാം ഉമ്മമാരോട് ചോദിച്ചോക്കാം. ഗൈസ് വീടെടുക്കാൻ വേണ്ടി വന്നിട്ട് നമ്മളെ കൂടുതൽ പെണ്ണില്ല. വീടെടുക്കാൻ വേണ്ടിട്ട് ഞങ്ങളിൽ പെണ്ണില്ല. എന്നിട്ട് ഇവര് പറയുന്നത് എന്താ അറിയോ? ഇന്നെ പെണ്ണാക്കാന്ന്, ഡ്രസ്സ് ഞാടാന് ഇപ്പൊ പോണവിടുന്ന്. എന്നിട്ട് ഉമ്മ കേട്ടാണ് മൂപ്പിച്ചാണ് ഇന്നെ കൊടുക്കുക. ഗൈസ് അങ്ങനെ ഇഫ്താർ തുറക്കാൻ വേണ്ടി, നോമ്പ് തുറക്കാൻ വേണ്ടിട്ട് ഇവിടെ ഒരു ഹോട്ടലിൽ ഇവര് ഒരു സൗകര്യം ഒരുക്കിയിരിക്കുന്നു പറഞ്ഞു. അപ്പൊ നമ്മൾ ഇനി അങ്ങോട്ട് പോകാൻ വേണ്ടി പോവുകയാണ്. അമ്മയും മമ്മൊക്കെ കേറുന്നുണ്ട്. കേറിക്കോളി, ഉള്ളു കേറിക്കോളി. അങ്ങനെ നമ്മൾ നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞപ്പോ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കാണ്. മമ്മ എന്താണിത്? ഇതെന്താണ് സാധനം? എന്താ ഈ മുമ്പിൽ വിളമ്പിച്ചേ? മന്തിയോ? ഉമ്മ എന്താണ് തിന്നോക്കി? എന്താ അവസ്ഥ നോക്കി? ഇനി ഇവിടുന്ന് നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് നമ്മളവിടുത്തെ ഷോപ്പിന്റെ പരിപാടി കഴിഞ്ഞിട്ട് ഇനി ഇവിടുന്ന് നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് ഇനി നമ്മൾ നേരെ എന്താ പരിപാടി അറിയില്ല, ബീച്ചിലൊക്കെ പോണമെന്നുണ്ട്. നടക്കും അറിയില്ല, നോക്കട്ടെ എന്തായാലും. ഉമ്മ തിന്ന് വേഗം, ഇത് കഴിഞ്ഞിട്ട് പോകാനുള്ളതാണ്. അമ്മ ഫുഡിൽ വാങ്ങിക്കാണ് രണ്ടാൾക്കാരും. പിന്നെ എങ്ങനെ നമ്മൾ വിളിച്ചാൽ കേൾക്കുക. അപ്പൊ നമ്മള് ഫുഡ് കഴിച്ചലൊക്കെ കഴിഞ്ഞാണ് നമ്മള് നേരെ ബീച്ചിൽ വന്നു കേട്ടോ. ഇവിടെ ഏത് ബീച്ചാണ്? ബേപ്പൂര്. ബേപ്പൂര് ചാലിയം ബീച്ചിലെ ഉമ്മാക്ക് ബീച്ച് കാണാൻ പറഞ്ഞപ്പോ കൊണ്ടുവന്നു. എന്റെ അമ്മ ബീച്ച് എങ്ങനെയുണ്ട്?
കണ്ടോ? രാത്രി ആയതുകൊണ്ട് ശരിക്കും കാണാൻ പറ്റില്ലല്ലേ? നടന്നോളി, അങ്ങനെ നടന്നോളി, മനപ്പ നടന്നോളി. മമ്മ നടക്കി നീട്ടിയാണ് നടന്നോളി. ആ ഭാഗത്തേക്ക് എവിടെയൊക്കെ പോയി എത്തും, എവിടേക്കേലൊക്കെ എത്തും. നീട്ടിയാണ് നടന്നോളിന്ന്. മമ്മ ബീച്ചിക്ക് വന്നിട്ട് അതൊക്കെ ബോട്ടുകളാണ്. എപ്പോഴാ ബീച്ച് പോയത് ഞാൻ പറഞ്ഞുതരാം. അവസാനമായിട്ടാണ് മമ്മ പോയത്? 4-5 കൊല്ലം മുമ്പ് കുടുംബക്കാരിപ്പം ബീച്ചിൽ പോയതാണില്ലേ? അല്ലേ മമ്മ? കുട്ടികളെ പോലെ ചെറുപ്പത്ത് അല്ലേ? ഇമ്മ എത്ര കാലം മുമ്പാണ് ബീച്ചിക്ക് വന്നത് അവസാനായിട്ട്? അതന്നെയാണ് അപ്പുറത്തിലെ വയ്യാണത്. ആ വ്യൂ പോയിന്റ് അതാണത്. ആ ലൈറ്റ് അതിനെ അതാ ഞാൻ അല്ല, അതാ ഞാൻ പറഞ്ഞ അപ്പുറത്ത് കൂടെ പോയാൽ മതിയെന്ന്. ആ പാലം കടന്ന് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്ത് കൂടെ പോയി. ഏകദേശം ഒരു 5-6-8 വർഷം മുമ്പ് അന്നാണ് കുട്ടിക്കാലത്ത്. 5-6 വയസ്സോ? ആ 6 വയസ്സിൽ ഞാൻ പോയില്ലേ. അതിന് മുന്നേ ഞാനൊരു കുറിയുണ്ടമ്മ എന്നിട്ട് ഉപയോഗിക്കും. ഞാനോട്ട് കുട്ടികള് കടലിലൊക്കെ ചാടുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 10-12 കൊല്ലം മുമ്പ് ഗൈസ് വെല്ലിമ്മ നടന്ന് കൊയങ്ങിട്ട് അവസാനം എന്ത് ചെയ്തു? തിണ്ടുമണ്ട് കുത്തിരുന്നു. ആക്കണേ വെല്ലിമ്മാന്റെ ഫാൻസ്. ഇല്ല മമ്മക്ക് എന്താണ്ടിയേ? അത് കുഴപ്പമില്ല. എന്താ വേണ്ടി? എന്താണ് കൊയങ്ങോ? അതെ സംഭവം ഞാൻ പറഞ്ഞ ഉമ്മ അത്രക്കും ദൂരത്ത് നിന്ന് ഇവിടം വരെ നടന്നിട്ടാ വന്നത്. കൊയങ്ങിക്കണ പാവം. അതെ വരുമ്പോ വണ്ടി കൊണ്ടുവന്നോളാ. ഇത് അങ്ങോട്ട് ഇഞ്ഞും പോകാണ്ടേ, അതൊക്കെ കടലാണ്. അങ്ങോട്ട് പോകാണ്ട്. അതിന് അവിടെ നടന്നെത്തണം. മമ്മ കുറച്ചേരം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ, എന്നിട്ട് നമുക്ക് പോവാം. ആളെ കൊണ്ടുപോണേ? ആളെ കൊണ്ടുപോകും ചെയ്യും. മീൻ പിടിച്ചണ ബോട്ടാണ്. മീൻ പിടിച്ചണേ എന്ത് അതിനെ പറഞ്ഞ കുറച്ചുകൂടി അങ്ങോട്ട് പോയാൽ കാണാം. നമ്മളെന്തായാലും ഇനി ഇവിടെ കുറച്ചേരം നിന്നോട്ടെ. എന്താ ഐസ്ക്രീം ഇല്ലേ? ആയിക്കോട്ടെ. ഇവിടെ ഐസ്ക്രീം ആയിക്കോട്ടാ, വാങ്ങ്. ഓൻ ഐസ്ക്രീം വാങ്ങാൻ പോയിക്കണേ. ഞാൻ കുറച്ചേരം അത് ഇവിടെ ഇരിക്കട്ടെ. ഇങ്ങോട്ടൊന്നും വെള്ളം കയറൂല മഴക്കാലത്ത്. ഗൈസ് ഉമ്മമാന്റെ ഒരു ഡൗട്ടാണ്, മഴക്കാലത്ത് ഇങ്ങോട്ടൊക്കെ വെള്ളം കയറൂലെന്ന്. ഇത് കടലാണേ. കടല് വെള്ളം അങ്ങനെ ഒന്നും കൂടൂല. ബോട്ടല്ലേ? അത് മീൻ പിടിച്ച ബോട്ടുകളാണ്. അങ്ങനെ വട്ടം കാണി കളിച്ചു. വെല്ലിമാക്ക് ഐസ്ക്രീം കിട്ടി. തണുപ്പില്ലാത്ത ഐസ്ക്രീമോ? അത് ഇവിടെ അല്ല, തണുപ്പില്ല ഐസ്ക്രീമാണുള്ളത്. അത് കുഴപ്പമില്ല, തിന്നോക്കി. നമ്മളിവിടെ വന്നപ്പോഴാണ് ഒരു കാക്കവിടെ മീൻ പിടിച്ചാൻ വന്നത്. സംഭവം നമ്മളെടുത്തുണ്ടായിന് അങ്ങനത്തെ ചൂണ്ടല്. നമ്മള് നടന്നിട്ട് നോക്കിയിട്ട് കിട്ടാത്ത മീനൊന്നും ഇവിടെ കിട്ടൂല എന്നാണ്. നമ്മൾ ഈ ചൂണ്ടലുമ്പോ കുറെ നോക്കിന് മീൻ പിടിച്ചാന്. നമ്മക്ക് കടന്നില്ല. ഈ കാക്ക പിടിച്ചു നോക്കാൻ. നമ്മള് നടന്ന് ബീച്ചിന്റെ മണലിൽ അങ്ങോട്ട് എത്തിയാണ്. ഇവിടെ വല്യമ്മക്ക് കടല് കാണാൻ പറഞ്ഞപ്പോ നമ്മള് കടല് കാണിച്ചാൻ വേണ്ടി കൊണ്ടുനിക്കാണ്. തെരമാല അവിടെ അടിച്ചാണെങ്കിൽ ഇവിടെ എന്തിനാ പാളി വെക്കണേ? ഓനപ്പുറത്ത് പോയിക്കണേ. ഇറങ്ങി നോക്കണം കടലിക്ക്. കടലിലെ ആയം പരിശോധിച്ച് വരും നിങ്ങള് രണ്ടാളും. അങ്ങോട്ടൊന്നും എത്തൂല. അങ്ങോട്ട് ഇറക്കി മോണ്ടനാക്കണം അവിടെ. അങ്ങനെ നടന്നോളി. ഇങ്ങോട്ടെത്തൂല. ഇവർക്ക് രണ്ടാക്കും ഭയങ്കര പേടി. ഇവിടെ നിന്നാലും തിരമാല ഓരോ കൊണ്ടുപോകുന്നത് ഇല്ല. ഇതൊക്കെ അങ്ങോട്ട് നടന്നോളി. മൗണ്ടന്റെ അടുത്ത് അങ്ങോട്ട് നടന്നോളി. ഇങ്ങോട്ട് എത്തൂലമ്മ. തിരമാല ഇങ്ങോട്ട് എത്തൂല. ഇവിടെ ഒന്നും എന്തുമില്ല. ഇതൊക്കെ ആൾക്കാര് നടന്ന വാഴ നനവോ. പിന്നെ മണല് പിന്നെ നനവില്ലാക്കോ? ഇല്ലമ്മ ഇവിടം വരെ വരുള്ളൂ. ഇതാക്കണം. ഇവിടെ കണ്ടോ? ഇവിടെ ഈ ഒരു പാടുണ്ടോ? ഇവിടം വരെ മാക്സിമം ഉണ്ടാവുള്ളൂ. നടക്കി മമ്മ ഇറങ്ങി നോക്കണമെന്നുണ്ട് മമ്മാക്ക്. ചെറുതായിട്ടൊന്ന് കുളിച്ചു പോവാ. ഏയ് മാണ്ടേ, മമ്മാക്ക് കുളിച്ചണ്ടല്ലോ. ഉമ്മാക്ക് കുളിച്ചണമ്മ കുറച്ചു നേരം. അതെ ഏത്? അത് അങ്ങനെ ഓരോരോ ഇതാണ്. ഓരോ സ്ഥലത്തേക്കുള്ള തിരമാലിന്റെ വയ്യ.
നനവുണ്ട് നിങ്ങളൊക്കെ കേറിക്കണേ അത് ഓരോ ടൈമിൽ കേറും ഓരോ ടൈമിൽ കുറയും അങ്ങനെയാണ്. ഞാനും കൂടി പോയിക്കൂല വള്ളല്ലേ വള്ളം മേത്തട്ടി വിചാരിച്ചൊന്നും കാണൂലേ. എടാ എന്താ വിമാനം പോണു മാനത്ത് കൂടെ? വിമാനം അങ്ങനെ പോണു മാനത്ത് കൂടെ. വിമാനം അല്ലാണ്ട് എന്തായാലും പോയി വിമാനം അവിടെ എത്തി എടുത്ത് നനഞ്ഞു മണ്ടനാക്കണ്. ഇമ്മാക്ക് തിരമാല വന്നപ്പോ ഉമ്മാക്ക് കാലൊക്കെ റെഡിയായി. എന്താ കാട്ടിയത്? എങ്ങോട്ട് പോണ്? ചെറിയ തിരമാലയാണ്, ഒന്നും കൊണ്ടൊന്നും പോകൂല. ഉമ്മ നിക്ക് ഇങ്ങോട്ട് സെന്ററിലേക്ക് കടലിലേക്ക് ഇറങ്ങണോ? ഇവിടെ നനഞ്ഞാണ്, കുറച്ചാണ് ബാക്കിലേക്ക് ഇരിക്കാം. ഉമ്മാന്റെ വലിയൊരു ഡൗട്ടാണ് പകല് തിരമാല ഉണ്ടാവുമെന്ന് അല്ലേ? പിന്നെ തിരമാല കടലാണതേ, അതാ. എന്തിന് ഇങ്ങോട്ട് പോരി? എന്തിനു പേടിച്ചു കുത്തിരിക്കണേ? ഇറങ്ങണമെന്നുണ്ടെ ഇറങ്ങിക്കോളി. ഈ കണ്ണ് കടിച്ചല്ലടാ, ഒന്നര കാലുണ്ട്. തിരമാല കണ്ടിട്ട് ഉമ്മ പേടിച്ചിട്ടുണ്ട്. ആ അതാ വള്ളതാ വരുന്നു. ഉമ്മ എടുക്കാ ഉമ്മ അവിടെ അങ്ങോട്ട് എത്തൂല. ഗൈസ് ഞണ്ടാളും വണ്ടി കളിച്ചിട്ടോ ആയിക്കൂടെ. തിരമാല തിരമാല എത്തി 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 അവിടെ എത്തൂല. ഉമ്മ അങ്ങനെ മണ്ടട് ഇമ്മമ്മ വണ്ടിക്കടാ. ആ വണ്ടി ഉമ്മ ഒറ്റ മണ്ടലാ. അനിയൻ ഞണ്ടിനെ പിടിച്ചോണം നിക്കണേ. വലിയ ഞണ്ട് ഉമ്മാക്ക് വേണമ്മ പൊരിച്ചെന്നാ നല്ല ഇറച്ചുണ്ടാവൂല. ചെമ്മീനാണല്ലോ ഞണ്ടിനെ കണ്ടിട്ട്. ചെറിയ ചെമ്മീൻ പറ്റും തിന്നല്ലേ? കാലുള്ള ചെമ്മീൻ ഇറക്കണ ഞണ്ടൊക്കെ ഉമ്മ പച്ചക്കുന്നുള്ളതാണിത്. എന്താ അവസ്ഥ അമ്മ? കാട്ടില്ലേ അവിടേക്ക് എന്നാ ഒന്നും ഇവിടെ ഇരിക്കാം. നമുക്ക് നമ്മളിതിനെ തുറന്നുവിടാ. കഴിച്ച് അതിമ്മ കൂടി വരും ഈ വരമ്പോ കൂടി തുറന്നുവിടാണ്ടേ. ഓടിക്കോ ഓടിക്കോ വണ്ടി. എന്താ എന്താ ഇവിടെ പോകെ ഇപ്പൊ തന്നെ? അപ്പൊ കടല് കണ്ടു കഴിഞ്ഞ നിങ്ങക്ക് മതിയായോ? വരുന്നതേ കാണുള്ളൂ, ദൂരം ഒന്നും കാണില്ലേ. അത് ശരി. കാണുള്ളൂ ദൂരം. ഉമ്മമാക്കോ വെജ് നടന്നിട്ടാണ് കൊയങ്ങിക്കണ്. ഇത്ര ലോങ് നടന്നിട്ട് ഇതെന്താ മേത് കൂടെ മാണല്ലോ. കുളിച്ച് കയ്യില് പടിഞ്ഞു കുത്തിരുന്നേ. ഇമ്മ ഞാൻ ഇരിക്കാനേ, എനിക്ക് കാല് ഇതായി ഇരിക്കാൻ വേണ്ടീട്ട് അപ്പൊ ഞാനില്ല. ഇങ്ങോട്ട് നിർത്തൂലത്. ഇല്ലല്ല അത് അവിടം വരെ വരുള്ളൂ. എത്തിയാ നീച്ച് മാറ്റാൻ മഴക്കാലത്ത് ഒക്കെ അങ്ങനെ തന്നെ ഇരിക്കാരോ. ഒക്കെ അങ്ങനെ തന്നെ. നമ്മളിനി ഇവിടെ നേരെ പോകാൻ വേണ്ടി പോണ്. മറ്റൂല് രണ്ടാളും ആക്കണ് പോണ്. വണ്ടി ഇങ്ങോട്ട് എടുത്ത് കൊണ്ടുവരാനാണെന്ന് പറഞ്ഞത്. ഇങ്ങോട്ടല്ല, അവിടെ കുറച്ചങ്ങോട്ട് ഏറ്റവും വണ്ടികൾ വരും. അവിടെ വരെ എടുക്കാന് ഓല് പോകാണ്. അതെ അമ്മമ്മ കൊയങ്ങിക്കണ്. നടന്ന് ക്ഷീണിച്ചാണ്. അപ്പൊ നമ്മളിനി എന്തായാലും നേരെ ഇവിടുന്ന് പോയി നോക്കാം അല്ലേ? അമ്മ പോവല്ലേ? അമ്മമ്മ പോവല്ലേ? പോകല്ലേ? മതിയായോ? കടല് മതിയായോ? കണ്ട് മതിയായിട്ടൊന്നുമില്ല, ഒന്നും കാണാനില്ല. ഒന്നാമത് ഉമ്മ ഞങ്ങള് രാവിലെ വന്നല്ലേ, രാവിലെ അല്ല വൈകുന്നേരം വന്നല്ലേ. ഇപ്പൊ ഉമ്മ ആ കൊയങ്ങിക്കണ് ഈ ടൈം ആയപ്പോത്തിന്. കാരണം നടന്നിട്ട് കൊറേ കൊയങ്ങിക്കണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇനി നേരെ വണ്ടി കയറണം. ഇനി നേരെ തിരിച്ചാണ് പോവാം. ഇവിടെ എവിടെയും തങ്ങാൻ നിക്കില്ല ഗൈസ്. അപ്പൊ നമ്മള് ബീച്ചിലൊക്കെ കേറി കറങ്ങി. മമ്മക്ക് കടലൊക്കെ കാട്ടി കൊടുത്ത് കഴിഞ്ഞു. കടലുണ്ടല്ലേ മമ്മ? കണ്ടു നട്ട പാതിരൊക്കെ കണ്ട് ശരിക്കും കണ്ടില്ലേ അമ്മേ? ശരിക്കും കണ്ടു. അപ്പൊ രാത്രി നമുക്ക് ഒരു ദിവസം പകലും കൂടിയും വരാം. ഇതിപ്പോ നമ്മള് ഓർക്കാതെ വന്നല്ലേ. അതെ. അപ്പൊ ഗൈസ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചാണ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ ഗൈസ്. ടാറ്റ തന്നെ മമ്മ. ടാറ്റ. മോട്ട വൈൻഡപ്പ് ചെയ്യല്ലേ? ടാറ്റ ഗൈസ്. അവിടെ എത്തുവോക്കട്ടെ. അതെ കൊയങ്ങിക്കണേ. ശ്രദ്ധിച്ചാൽ എത്തിയാ മതി.